SY മെക്കാനിക്കൽ MOMൻ്റെ മൊഡ്യൂൾ 5ൻ്റെ തിയറിയാണ്. മൊഡ്യൂൾ 5 നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യണത് ബാലൻസിങ്ങിനെയാണ്. ശരിക്കും നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാലൻസിങ് ഉപയോഗിക്കുന്നത്. ഈ ബാലൻസിങ് ഡൺ ഇൻ എ സിംഗിൾ പ്ലെയിൻ ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിക് ബാലൻസിങ്ങും, ബാലൻസിങ് ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ഡൈനാമിക് ബാലൻസിങ് എന്നാണ് വിളിക്കുക. നമ്മൾ രണ്ട് ടൈപ്പിൻ്റെയും പ്രോബ്ലംസ് ഓൾറെഡി ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തതാണ്. പിന്നെ ഉള്ളത് പാർഷ്യൽ ബാലൻസിങ് ആണ്. ഈ വൈബ്രേഷൻസും കൂടി നമുക്ക് ബാലൻസിൻ്റെ കൂടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വൈബ്രേഷനും അൺബാലൻസ് ഫോഴ്സും റെഡ്യൂസ് ചെയ്യാനാണ് ശരിക്കും നമ്മൾ പാർഷ്യൽ ബാലൻസ് കൂടി ഉപയോഗിക്കുന്നത്. ഇതിൽ കംപ്ലീറ്റ് ബാലൻസിങ് ഡിഫിക്കൽട്ടാണ്. കാരണം അതിൻ്റെ ജോമെട്രീനെയും മാസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാലൻസിങ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സസിന് ബാലൻസ് ചെയ്യാൻ പറ്റിയാലും റിസൾട്ടൻറ്റ് കപ്പിളിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. അപ്പോൾ ടോട്ടൽ ബാലൻസിങ് കൂടെ നടക്കുന്നില്ല, പാർഷ്യലി ബാലൻസ് നടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളതിനെ പാർഷ്യൽ ബാലൻസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് കോമൺലി രണ്ട് ടൈപ്പ് എൻജിൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൾട്ടി സിലിണ്ടർ ഇൻലൈൻ എൻജിനും ഉണ്ട്, വി എൻജിനും ഉണ്ട്. നമ്മുടെ എൻജിൻ സിലിണ്ടേഴ്സ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ക്രാങ്ക് കേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ ഇൻലൈൻ എൻജിൻസ് വിളിക്കുക. അത് നമുക്ക് വെർട്ടിക്കലോ ഹൊറിസോണലി നമുക്ക് അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഹൈ പെർഫോമൻസ് കാറിലേക്കായിരിക്കും നമ്മൾ കോമൺലി ഇത് യൂസ് ചെയ്യുക. അതിന് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ എൻജിൻ്റെ സിലിണ്ടേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് എൻ്റെ എൻജിൻ ബേയിൽ ഉൾക്കൊള്ളിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ അപ്പോൾ നമ്മൾ അതിനാണ് ബാലൻസിങ് ഓഫ് വി എൻജിൻ ഉപയോഗിക്കുക. വി എൻജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലിണ്ടറും പിസ്റ്റനും പോലെ ഒരു വി ഷേപ്പിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ സിലിണ്ടർ ബാങ്ക്സ് എല്ലാം ഒരു കോമൺ ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 6 സിലിണ്ടറാണ് വേണമെങ്കിൽ 3 ഒരു ലൈനിലും മറ്റേ 3 അടുത്ത ലൈനിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇൻലൈൻ എഞ്ചിനാകുമ്പോൾ ഈ 6 സിലിണ്ടറും നമ്മൾക്ക് ഒറ്റ ലൈനിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇച്ചിരി കോമ്പാക്റ്റാണ് നമ്മുടെ ഇൻലൈൻ എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ വി എൻജിൻ. അപ്പോൾ അതിൻ്റെ ബാലൻസിങ്ങിൻ്റെ പോയിൻറ്റ്സാണ് നമ്മളവിടെ എഴുതിയേക്കുന്നത്. അതിൻ്റെ 2 ടൈപ്പ് ഫോഴ്സസാണ് ശരിക്കും ബാലൻസിൽ ജനറേറ്റ് ചെയ്യുക. ഒന്ന് പ്രൈമറി ഫോഴ്സും രണ്ടാമത് സെക്കൻഡറി ഫോഴ്സും. അതിൻ്റെ ഇക്വേഷൻസാണ് അവിടെ എഴുതിയേക്കുന്നത്. നമുക്കിൻ്റെ പ്രോബ്ലം പഠിക്കാനില്ല, എന്താണ് ബാലൻസിങ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ എഴുതിയേക്കുന്നത്. പിന്നെ ഒരു എക്സാമ്പിളായിട്ട് ഇൻലൈൻ എഞ്ചിൻ്റെ ഒരു ഇൻലൈൻ്റെ 6 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ്. അത് ഞാൻ എക്സാമ്പിളായിട്ട് വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ തിയറി ആയിട്ട് ഈ ഒരു ബാലൻസിങ്ങിൻ്റെ ഓരോ പോയിൻറ്റ്സാണ് എക്സാമിന് മെയിനായിട്ട് എപ്പോഴും ചോദിക്കാറ്.